കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവമായ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ. 6 മണി 6:30 എഴുന്നേറ്റാലും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള പ്രശ്നം വേണ്ട. നമ്മുടെ കയ്യിലാകെ കൂടി അരിപ്പൊടിയും ചോറും ഇത്തിരി തേങ്ങ ഉണ്ടായാൽ മതി. നമുക്ക് വെള്ളയപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പം തന്നെയാണ് കേട്ടോ. നമ്മൾക്ക് സാധാരണ പച്ചരി വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പമാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴിക്കുന്നതിൻ്റെ ഗുണം പിന്നീട് കുറച്ച് ഇരിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ മൃദുത്വം കുറച്ച് കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ വൈകിട്ട് വരെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പാലപ്പം പോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ചോറ്, തേങ്ങ, അതേപോലെ ഉപ്പ്, പഞ്ചസാര, അരിപ്പൊടി. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതെല്ലാ വിഭവങ്ങളും കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമ്മുടെ ദോശയുടെ മാവ് അരച്ചെടുക്കണ പോലെ അരച്ചെടുക്കാം. വല്ലാണ്ട് ലൂസാവാനും പാടില്ല, വല്ലാണ്ട് തിക്കാവാനും പാടില്ല. ഇഡ്ഡലി മാവ് പോലെ ഭയങ്കര കട്ടിയായാലും നമുക്കത് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വല്ലാണ്ട് ലൂസാവായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ ടെക്സ്ചർ തന്നെ ശരിയാവില്ല. നമുക്ക് അത്യാവശ്യം ഒരു കട്ടി വേണം, ഒരു സെമി ആയിട്ട് നമുക്ക് നിൽക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ, അതേപോലെ തന്നെ നമ്മുടെ ഉപ്പ്, അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, നമ്മുടെ തേങ്ങ, ചോറ് എല്ലാം കൂടി ചേർത്ത് നമുക്കിതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 2 മിനിറ്റോടെ നമുക്കത് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അരച്ചെടുത്ത ശേഷം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ റെഡി ആയിട്ടുണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ആരംഭിക്കാം. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാലും യാതൊരു ടെൻഷനും വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നവർ ഉണ്ടാവാം. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വറുത്ത അരിപ്പൊടി ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരുടെ കയ്യിലും വറുത്ത അരിപ്പൊടി ഇന്ന് പാക്കറ്റിലായാലും വറുത്ത് വെക്കുന്നവരായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് തലേദിവസം അരച്ചൊന്നും വെച്ച് ടെൻഷനാവേണ്ട, അത് വീർത്ത് പോകുമോ പിടിക്കുമോ എന്നുള്ളതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അരി ഇടുന്നതോടൊപ്പം തന്നെ നമുക്കിതും അരച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ അപ്പങ്ങളൊക്കെ തയ്യാറാവും. ഇതിൽ നിന്ന് ഏകദേശം 24 അപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 24 അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇനി തുടങ്ങി നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ നമ്മുടെ വെള്ളയപ്പവും നമുക്കിതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത അപ്പം നമുക്കിത് വീർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അപ്പം വീർത്തിരിക്കും. ആ വീർത്ത് വരുന്ന അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ഫ്ലഫി ആണെങ്കിലും അതിങ്ങനെ ഇളക്കുമ്പോൾ താഴത്തേക്ക് പോകില്ല കേട്ടോ. പച്ചരി ആണെങ്കിൽ അത് ഇളക്കി വരുമ്പോൾ നമുക്ക് താഴത്തേക്ക് അങ്ങോട്ട് പോണ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ആയിരിക്കണ ആ ഒരു ഇതിൽ തന്നെ നമുക്കത് കാണുമ്പോൾ അതിൻ്റെ ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല അപ്പം ആവാനുള്ള നല്ല റെഡിയാണ് എന്നുള്ളത്. കണ്ട ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ നോക്കി ഇത് ഇളക്കുമ്പോൾ വല്ലതും വല്ല കുഴപ്പമില്ല. അതേപോലെ തന്നെ കണ്ട ഇളക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടാക്കി ഹൈ ഫ്ലെയിമിൽ നമ്മളിട്ടിട്ട് നമ്മളെ വേഗം അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഷേപ്പൊക്കെ മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ചട്ടി ചൂടാവുകയും വേണം. അന്ന് ചൂടായ ശേഷം നമ്മുടെ ഫ്ലെയിം എപ്പോഴും കുറവിലായിരിക്കണം. എന്നാലാണ് നമ്മുടെ അപ്പത്തിൻ്റെ ആ ഷേപ്പ് നന്നായിട്ട് കിട്ടുള്ളൂ, ആ മുരിവൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഹൈ ഫ്ലെയിമിൽ നമ്മളിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ സ്റ്റൈല് മാറിപ്പോവും. അതിന് ഏകദേശം ഒരു പരന്ന പോലെ തന്നെ അതിൻ്റെ ഓട്ടകളൊക്കെ നമുക്ക് ഒരു ഭംഗിയിൽ വരില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ചൂടാക്കിയ ശേഷം തീ വളരെ സിമ്മിൽ കുറച്ചിട്ട് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ. അപ്പം നമുക്കൊരു കയ്യിൽ അപ്പം ഒഴിക്കുക. അപ്പത്തിനുള്ള മാവ് ഞാൻ ഒഴിച്ചു. ഇതേപോലെ നോക്കിയാൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ അപ്പത്തിൻ്റെ ആ ക്വാളിറ്റി എങ്ങനെയാണ് ഇരിക്കും എന്നുള്ളത്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ അപ്പം. അപ്പം ഞാൻ ഇതുപോലത്തെ അപ്പങ്ങൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഇതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചു. എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് മൂടി വയ്ക്കുക. തുറന്നിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുമിളകൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കുറയും. അത് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കണം കേട്ടോ. എപ്പോഴും അത് മൂടി വെച്ചിട്ടായിരിക്കണം ഉണ്ടാക്കണം. അപ്പം നമ്മുടെ അപ്പം തയ്യാറായി കഴിഞ്ഞു. നോക്കി എത്ര സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് അതിൽ നിന്ന് വിട്ടു പോരുന്നത് തന്നെ. സൈഡാണെങ്കിൽ നല്ല മുരിഞ്ഞ് നല്ല ഇതായിട്ട് നിൽക്കണുണ്ട്. താനും നല്ല ഭംഗിയിലുള്ള നല്ല അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വളരെ എളുപ്പമല്ലേ നമുക്കൊക്കെ ഉണ്ടാക്കാൻ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ
നമ്മൾ പുട്ടും പൊടി ഉണ്ടാക്കണ പോലെ തന്നെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൂടെ? ഇനി നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ടല്ലോ. കയ്യിൽ അരിപ്പൊടി മാത്രം ഉണ്ടായാൽ മതി അല്ലേ? അരിപ്പൊടി ഇല്ലാത്തവരാരും ഉണ്ടാവില്ല കയ്യിൽ. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് മാത്രം നാളെ എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. നമ്മുടെ കയ്യിൽ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെള്ളയപ്പം, കാണുമ്പോൾ തന്നെ നല്ല പൂ പോലത്തെ പാലപ്പം നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാം. അതിന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ലാന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നത് വിചാരിക്കുന്നു. ഒരുവിധം എല്ലാവർക്കും ഈ റെസിപ്പിയൊക്കെ അറിയാം. അറിയാത്തവരും ഉണ്ടാവാം. കുറേ പേരൊക്കെ പച്ചരി വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,